യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് ചൊവ്വാഴ്ച ഏപ്രിൽ 28-ാം തീയതി. ഈ പ്രഭാതത്തിൽ നീ കണ്ണു തുറന്നപ്പോൾ ആദ്യം നോക്കിയത് ദൈവത്തിൻ്റെ മുഖമല്ലായിരിക്കാം. ഒരുപക്ഷെ ഫോണിൻ്റെ സ്ക്രീനായിരിക്കാം. ഇന്നലെ അയച്ച അപേക്ഷയ്ക്ക് മറുപടി വന്നോ? ജോലിക്കാരും പറഞ്ഞ ആൾ വിളിച്ചോ? വിസയുടെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന്. ചെറിയ ഒരു ഭയത്തോടെയും പ്രതീക്ഷയോടെയും ആയിരിക്കാം നീ ഫോൺ കയ്യിലെടുത്തത്. പക്ഷേ ഒന്നുമില്ല. പഴയ അതേ നിശബ്ദത, അതേ കാത്തിരിപ്പ്, അതേ ഭാരമുള്ള ഹൃദയം. വീട്ടിലെ അടുക്കളയിൽ പാത്രങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോഴും, മുറിയുടെ ഒരു മൂലയിൽ പഴയ ഫയലിൻ്റെ മൂലകൾ മടങ്ങിയിരിക്കുന്നത് കാണുമ്പോഴും, നിന്റെ ഉള്ളിൽ ആരോടും പറയാത്ത ഒരു ചോദ്യമുണ്ട്: കർത്താവേ, എൻ്റെ വാതിൽ എപ്പോൾ തുറക്കും? ഈ ഏപ്രിൽ മാസത്തിലെ ഉയിർപ്പിൻ്റെ പ്രത്യാശയുമായി നമ്മൾ തുടരുന്ന പ്രാർത്ഥനായാത്രയിൽ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ്. അടഞ്ഞുപോയ വാതിലുകളുടെ മുമ്പിൽ നിശബ്ദമായി നിൽക്കുന്നവർക്കു വേണ്ടി, ജോലി കാത്തിരിക്കുന്നവർക്കു വേണ്ടി, വിസയും പെർമിറ്റും ഉത്തരവും വൈകിപ്പോയവർക്കു വേണ്ടി കർത്താവ് ഇന്ന് തൻ്റെ വചനം കൊണ്ട് ഒരു ആശ്വാസം നൽകുന്നു. പ്രിയപ്പെട്ടവനെ, നീ മടിയനായതുകൊണ്ടല്ല എല്ലാം വൈകുന്നത്. നീ അയോഗ്യനായതുകൊണ്ടല്ല ചില വാതിലുകൾ അടഞ്ഞിരിക്കുന്നത്. നീ പ്രാർത്ഥിക്കാത്തതുകൊണ്ടല്ല ഫോൺ മിണ്ടാതിരിക്കുന്നത്. ചിലപ്പോൾ ദൈവം തുറക്കേണ്ട വാതിലിനു മുമ്പിൽ ആത്മാവിനെ ആദ്യം ശക്തമാക്കുന്നു. കാരണം വാതിൽ തുറന്നാൽ അകത്തേക്ക് നടക്കാൻ ഒരു ഉറച്ച ഹൃദയം വേണം. ഇന്ന് നമ്മുടെ പ്രധാന പ്രാർത്ഥന ജോലി ലഭിക്കാതെ, അവസരം വരാതെ, ഒരു വിളി പോലും വരാതെ, വീട്ടുകാരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്നവർക്കു വേണ്ടിയാണ്. രാവിലെയായാലും രാത്രിയായാലും മനസ്സിൽ ഒരേയൊരു ചിന്ത: ഇനി എന്തു ചെയ്യും? അടുത്ത മാസം വാടക എങ്ങനെ കൊടുക്കും? വീട്ടിലെ മരുന്നിൻ്റെ ചെലവ് എങ്ങനെ നിറവേറ്റും? മക്കളുടെ ഫീസ് എങ്ങനെ അടക്കും? കടം ചോദിക്കാൻ പോലും ലജ്ജ തോന്നുന്ന ആ അവസ്ഥയിൽ പുഞ്ചിരിച്ച് നടക്കുമ്പോഴും ഉള്ളിൽ തകരുന്ന ആ വേദനയിൽ യേശു നിന്റെ കൂടെയുണ്ട്. ചിലർ വിസയുടെ മറുപടിക്കായി കാത്തിരിക്കുന്നു. ചിലരുടെ ജോലിയുടെ കരാർ പുതുക്കപ്പെടുമോ എന്നറിയില്ല. ചിലരുടെ വീടിൻ്റെ പണി കടം കൊണ്ട് നിർത്തിപ്പോയി. ചിലർ പരീക്ഷ കഴിഞ്ഞ് ഭാവി എന്താകുമെന്ന് പേടിക്കുന്നു. ചിലർ വിദേശത്തേക്കുള്ള ഫയൽ സമർപ്പിച്ച് മാസങ്ങളായി ഉറങ്ങാതെ കാത്തിരിക്കുന്നു. ചിലരുടെ കയ്യിൽ പാസ്പോർട്ടുണ്ട്, പക്ഷേ വഴിയില്ല. ചിലരുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷേ അവസരമില്ല. ചിലരുടെ കയ്യിൽ അനുഭവമുണ്ട്, പക്ഷേ വിളി വരുന്നില്ല. എന്നാൽ കർത്താവ് ഇന്ന് പറയുന്നത് ഇതാണ്: അടഞ്ഞ വാതിലിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിന്റെ ആത്മാവിൻ്റെ വാതിൽ അടയ്ക്കരുത്. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു: ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു തുറന്ന വാതിൽ വെച്ചിരിക്കുന്നു, അത് അടയ്ക്കാൻ ആർക്കും കഴിയില്ല. ഈ വചനം ഇന്ന് നിന്റെ പേരിലാണ്. ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വാതിൽ. മനുഷ്യൻ താമസിപ്പിക്കാം. ഒരു ഓഫീസ് ഫയൽ പിന്നിലേക്ക് മാറ്റാം. ഒരു വിളി വൈകാം. ഒരു മറുപടി വരാതെ പോകാം. ഒരു വാഗ്ദാനം പാതിയിൽ തണുത്തുപോകാം. പക്ഷേ ദൈവം തുറക്കുന്ന വാതിൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്നത്തെ പ്രാർത്ഥന, കർത്താവേ, എനിക്ക് ഉടനെല്ലാം തരണമേ എന്നതിലുപരി, കർത്താവേ, നീ തുറക്കുന്ന വാതിൽ തിരിച്ചറിയാൻ എൻ്റെ ഹൃദയത്തിന് കൃപ തരണമേ എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വാതിൽ അടഞ്ഞാൽ അതിൻ്റെ ശബ്ദം വലിയതായിരിക്കും. പക്ഷേ ഒരു വാതിൽ തുറക്കുമ്പോൾ ചിലപ്പോൾ ശബ്ദമില്ല. നിശബ്ദമായിട്ടായിരിക്കും കൃപ വരിക. ഒരു സാധാരണ വിളിയായി വരാം. ഒരു ചെറിയ സന്ദേശമായി വരാം. പ്രതീക്ഷിക്കാത്ത ഒരാളുടെ സഹായമായി വരാം. നീ നിരാശയോടെ വച്ചിരുന്ന ഫയലിന് വീണ്ടും ജീവൻ കിട്ടുന്നതുപോലെ വരാം. പക്ഷെ ആ കൃപ വരുന്നതുവരെ കാത്തിരിപ്പ് എളുപ്പമല്ല. കാത്തിരിപ്പിൽ മനുഷ്യൻ ക്ഷീണിക്കും. തൻ്റെ വില കുറഞ്ഞുപോയെന്ന് തോന്നും. വീട്ടിൽ എല്ലാവരും സാധാരണ പോലെ സംസാരിച്ചാലും ഉള്ളിൽ ഒരു ചോദ്യമുണ്ടാകും: ഞാൻ ഒരു ഭാരമായോ? എൻ്റെ പഠിപ്പും അനുഭവവും പ്രാർത്ഥനയും എല്ലാം വെറുതെയായോ?
മറ്റുള്ളവരുടെ ജീവിതം മുന്നോട്ടു പോകുമ്പോൾ എൻ്റെ സമയം മാത്രം നിൽക്കുന്നതുപോലെ എന്തുകൊണ്ട് തോന്നുന്നു? ഈ നിമിഷം യേശു നിന്റെ അരികിൽ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കൂ. അവൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. അവൻ പറയുന്നത് ഇതാണ്: മകനെ, മകളെ, നീ വൈകിട്ടില്ല. നിന്റെ സമയം എൻ്റെ കയ്യിലാണ്. ഉയിർത്തെഴുന്നേറ്റ യേശു ശൂന്യമായ ശവകുടീരത്തിൻ്റെ അരികിൽ കരഞ്ഞു നിൽക്കുന്നവർക്കു ആദ്യം ചെയ്തത് വലിയ പ്രസംഗമല്ല. അവൻ അവരുടെ പേര് വിളിച്ചു. ഇന്നും അവൻ നിന്റെ പേര് വിളിക്കുന്നു. നീ മറന്നുപോയ പേരല്ല. നീ വാതിൽക്കൽ ഉപേക്ഷിക്കപ്പെട്ട അപേക്ഷയല്ല. നീ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ട മകനും മകളുമാണ്. ഇന്ന് ഒരു ചെറിയ സാക്ഷ്യം ഞാൻ നിനക്ക് പറയട്ടെ. ഒരു സഹോദരൻ മാസങ്ങളോളം ജോലിക്കായി കാത്തിരുന്നു. വീട്ടിലൊരു പഴയ നീല ഫയൽ ഉണ്ടായിരുന്നു. അതിനുള്ളിൽ സർട്ടിഫിക്കറ്റുകളും അനുഭവപത്രങ്ങളും കുറച്ച് പഴയ ഫോട്ടോസ്റ്റാറ്റ് പേപ്പറുകളും. ഫയലിൻ്റെ മൂലകൾ പൊട്ടിയിരുന്നു. പല പ്രാവശ്യം അപേക്ഷ അയക്കാൻ തുടങ്ങും, പിന്നെ കൈനിർത്തും. എന്ത് പ്രയോജനം, ആരും വിളിക്കില്ലല്ലോ എന്ന് മനസ്സ് പറയും. അവൻ്റെ അമ്മ പുലർച്ചെ ചായ വെക്കുമ്പോൾ അടുക്കളയിൽ പാത്രം മുട്ടുന്ന ശബ്ദം കേട്ടാൽ പോലും അവനുള്ളിൽ കുറ്റബോധം വരും. സ്വന്തം വീട്ടിൽ ഞാൻ ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണല്ലോ എന്ന്. ഒരു ദിവസം അവൻ ആ ഫയൽ കയ്യിൽ പിടിച്ച് വളരെ ക്ഷീണിച്ച ശബ്ദത്തിൽ പറഞ്ഞു: കർത്താവേ, എനിക്ക് വലിയ ധൈര്യമില്ല. പക്ഷേ ഈ ഫയൽ നിന്റെ പാദത്തിൽ വയ്ക്കുന്നു. അന്ന് തന്നെ വലിയ അത്ഭുതമൊന്നും സംഭവിച്ചില്ല. അടുത്ത ദിവസവും ഫോൺ വന്നില്ല. പക്ഷേ അവൻ്റെ ഉള്ളിലെ ഭയം ചെറുതായി കുറഞ്ഞു. 3-ാം ആഴ്ചയിൽ ഒരു ചെറിയ സ്ഥാപനത്തിൽ നിന്ന് വിളി വന്നു. ശമ്പളം വലിയതല്ലായിരുന്നു. ആദ്യം കിട്ടിത്തുക വളരെ ചെറിയതായിരുന്നു. എന്നാൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൻ കരഞ്ഞു. കാരണം ശമ്പളത്തിൻ്റെ വലിപ്പമല്ല അവനെ ആശ്വസിപ്പിച്ചത്. ദൈവം എന്നെ മറന്നിട്ടില്ല എന്ന ബോധ്യമാണ് അവനെ ഉയർത്തിയത്. ഇതാണ് കൃപയുടെ വഴി. ചിലപ്പോൾ ദൈവം ആദ്യം അവസ്ഥ മാറ്റുന്നില്ല. ആദ്യം മനുഷ്യൻ്റെ ഉള്ളിൽ പ്രത്യാശ തിരികെ കൊടുക്കുന്നു, പിന്നെ വാതിൽ തുറക്കുന്നു. നിന്റെ ജീവിതത്തിലും അങ്ങനെ സംഭവിക്കാം. ഇന്ന് തന്നെ എല്ലാം മാറുമെന്ന് ഞാൻ നിനക്ക് ഒരു വില കുറഞ്ഞ വാഗ്ദാനം നൽകുന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ കരുണ ഇന്നും പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ ഉറപ്പോടെ പറയുന്നു. ഈ കാത്തിരിപ്പിന് അർത്ഥം തരാൻ കഴിവുള്ളവൻ യേശുവാണ്. അടഞ്ഞ വാതിലിന് മുന്നിൽ കരഞ്ഞ നിന്റെ കണ്ണുനീർ അവൻ കണ്ടിട്ടുണ്ട്. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയ ശേഷം നിശബ്ദമായി നെഞ്ചിൽ കൈകൾ വെച്ച് നീ പറഞ്ഞ പ്രാർത്ഥന അവൻ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ആത്മാവിന് ഒരു ചെറിയ അടയാള പ്രാർത്ഥന ചെയ്യാം. നിന്റെ അടുത്തൊരു ഫയലുണ്ടെങ്കിൽ, ഒരു പാസ്പോർട്ടുണ്ടെങ്കിൽ, ഒരു താക്കോലുണ്ടെങ്കിൽ, ഒരു അപേക്ഷയുടെ പകർപ്പ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജോലി പ്രതീക്ഷയുമായി ബന്ധമുള്ള ഏതെങ്കിലും ഒരു ചെറിയ പേപ്പർ ഉണ്ടെങ്കിൽ അത് കയ്യിൽ പിടിക്കൂ. ഒന്നുമില്ലെങ്കിൽ വലത് കൈ നെഞ്ചിന്മേൽ വെക്കൂ. ഇതൊരു മായാജാലമല്ല, ഇത് വിശ്വാസത്തിൻ്റെ സമർപ്പണമാണ്. നിന്റെ കാത്തിരിപ്പ്, നിന്റെ ഭയം, നിന്റെ ലജ്ജ, നിന്റെ വീട്ടിലെ സമ്മർദ്ദം, നിന്റെ കടം, നിന്റെ മറുപടി വരാത്ത ഫോണുകൾ എല്ലാം യേശുവിൻ്റെ കൈകളിൽ വയ്ക്കുന്ന ഒരു വിശുദ്ധ നിമിഷം. ഇപ്പോൾ നിശബ്ദമായി ഹൃദയം തുറക്കൂ. കർത്താവായ യേശുവേ, ഉയിർത്തെഴുന്നേറ്റ രക്ഷിതാവേ, അടഞ്ഞ വാതിലുകളുടെ മുമ്പിൽ ക്ഷീണിച്ചു നിൽക്കുന്ന നിന്റെ മക്കളെ ഇന്ന് ഞാൻ നിന്റെ കരുണയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ജോലി കിട്ടാതെ ഉള്ളിൽ തകർന്നിരിക്കുന്നവരെ നീ തൊടണമേ. വീട്ടിലൊന്നും പറയാതെ മുറിയിൽ കയറി വാതിൽ അടച്ചു കരയുന്നവരെ നീ ആശ്വസിപ്പിക്കണമേ. അപേക്ഷ അയച്ചിട്ടും മറുപടി ലഭിക്കാത്തവരുടെ ഹൃദയത്തിൽ പ്രത്യാശ നിറക്കണമേ. വിസയും പെർമിറ്റും ഫയലും രേഖകളും താമസിച്ച് നിൽക്കുന്നവരുടെ വഴിയിൽ നിന്റെ പ്രകാശം അയക്കണമേ. യേശുവെ, കടബാധ്യത കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ട പിതാക്കന്മാരെ ഓർക്കണമേ. അടുക്കളയിലെ ചെലവ് എങ്ങനെ നിറവേറ്റും എന്ന് ചിന്തിച്ച് ഉള്ളിൽ കരയുന്ന അമ്മമാരെ ഓർക്കണമേ. മക്കളുടെ പഠന ഫീസ്, വീട്ടുവാടക, മരുന്ന്, യാത്രച്ചെലവ് എല്ലാം കൂട്ടിക്കുറച്ച് പേടിക്കുന്ന കുടുംബങ്ങളെ ഓർക്കണമേ. കർത്താവെ, ഞാൻ നിന്റെ മുമ്പിൽ
ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു എന്ന നിന്റെ വചനം ഇന്ന് ഇവരുടെ ജീവിതത്തിൽ ജീവനുള്ള വചനമാകട്ടെ. മനുഷ്യൻ അടച്ചിടുന്നിടത്ത് നിന്റെ കരുണ തുറക്കട്ടെ. മനുഷ്യൻ മറക്കുന്നിടത്ത് നിന്റെ ഓർമ്മ പ്രവർത്തിക്കട്ടെ. മനുഷ്യൻ നിരസിക്കുന്നിടത്ത് നിന്റെ കൃപസ്വീകരണത്തിൻ്റെ വഴി ഒരുക്കട്ടെ. യേശുവേ, ജോലി കാത്തിരിക്കുന്ന നിന്റെ മകൻ്റെ കൈകളെ അനുഗ്രഹിക്കണമേ. ജോലി കാത്തിരിക്കുന്ന നിന്റെ മകളുടെ ഹൃദയത്തെ ശക്തമാക്കണമേ. എനിക്ക് ഒന്നും നടക്കില്ല എന്ന ഇരുട്ട് അവരുടെ ഉള്ളിൽ നിന്ന് നീക്കണമേ. ഞാൻ ഒറ്റയ്ക്കല്ല, യേശു എന്നോടുകൂടെ ഉണ്ട് എന്ന വിശ്വാസം അവരുടെ ആത്മാവിൽ തെളിയിക്കണമേ. കർത്താവെ, ഒരു ചെറിയ അവസരം വലിയ അനുഗ്രഹത്തിൻ്റെ തുടക്കമാകട്ടെ. ഒരു ചെറിയ വിളി കുടുംബത്തിൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്ന വാതിലാകട്ടെ. ഒരു ചെറിയ മറുപടി വർഷങ്ങളായുള്ള ഭയത്തിന് ആശ്വാസമാകട്ടെ. എവിടെയാണോ നിന്റെ മക്കൾ നിരാശയായിരിക്കുന്നത് അവിടെയൊക്കെയും പരിശുദ്ധാത്മാവിൻ്റെ ശാന്തി ഇറങ്ങട്ടെ. ഈ നിമിഷം ഫയൽ കയ്യിൽ പിടിച്ചിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. പാസ്പോർട്ട് കയ്യിൽ പിടിച്ചിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. താക്കോൽ കയ്യിൽ പിടിച്ചിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. നെഞ്ചിന്മേൽ കൈകൾ വെച്ച് കരയുന്നവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ കൈകളിലുള്ളത് പേപ്പറല്ല കർത്താവേ, ഇവരുടെ കണ്ണുനീരാണ്. ഇവരുടെ ഹൃദയത്തിലെ ഭാരമാണ്. ഇവരുടെ കുടുംബത്തിൻ്റെ ഭാവിയാണ്. അതെല്ലാം നീ സ്വീകരിക്കണമേ. ദൈവമേ, നീ തുറക്കാത്ത വാതിൽ ഞങ്ങൾ ബലമായി തുറക്കാൻ ശ്രമിക്കാതിരിക്കട്ടെ. നീ അടയ്ക്കുന്ന വാതിലിനെതിരെ ഞങ്ങളുടെ ആത്മാവ് തകർന്നു പോകാതിരിക്കട്ടെ. നീ തുറക്കുന്ന വാതിലിനെ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് ജ്ഞാനം തരണമേ. കാത്തിരിപ്പിൽ വിശ്വാസം നഷ്ടപ്പെടാതെ നിൽക്കാൻ കൃപ തരണമേ. യേശുവെ, നിന്റെ തിരുഹൃദയത്തിൽ എൻ്റെ സഹോദരനെയും സഹോദരിയെയും ഒളിപ്പിക്കണമേ. അവരുടെ പേര് മറക്കപ്പെടാതിരിക്കട്ടെ. അവരുടെ ശ്രമം വെറുതെയാകാതിരിക്കട്ടെ. അവരുടെ കണ്ണുനീർ നിന്റെ പാദത്തിൽ വീഴുമ്പോൾ അതിൽ നിന്ന് പുതിയ വഴികൾ മുളയ്ക്കട്ടെ. ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്നവരിൽ ആരെങ്കിലും ജീവിതത്തോട് വളരെ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ കർത്താവെ, ഈ നിമിഷം തന്നെ അവർക്കുള്ളിൽ ഒരു മൃദുവായ ആശ്വാസം കൊടുക്കണമേ. ഞാൻ നിന്നെ വിട്ടുകളഞ്ഞിട്ടില്ല എന്ന നിന്റെ സാന്നിധ്യം അവർ അനുഭവിക്കട്ടെ. മറിയമേ, പ്രത്യാശ നഷ്ടപ്പെട്ട വീടുകളുടെ അമ്മേ, നിന്റെ മകനായ യേശുവിൻ്റെ അടുക്കൽ ഈ കുടുംബങ്ങളെ കൊണ്ടുപോകണമേ. കാനായിൽ വീഞ്ഞു തീർന്നപ്പോൾ നീ ഇടപെട്ടതുപോലെ സന്തോഷം തീർന്നുപോയ ഈ വീടുകളിലും നീ പ്രാർത്ഥിക്കണമേ. നിശബ്ദമായ അടുക്കളകളിലും ഭാരമുള്ള മുറികളിലും കണ്ണുനീർ മറച്ച മുഖങ്ങളിലും യേശുവിൻ്റെ കൃപ എത്തിക്കണമേ. കർത്താവെ, ഇന്ന് ഏപ്രിൽ 28-ാം തീയതി ഈ ചൊവ്വാഴ്ച ഒരു പുതിയ പ്രത്യാശയുടെ ദിനമായി മാറ്റണമേ. ഉച്ചയ്ക്ക് മുമ്പ് എല്ലാം മാറിയില്ലെങ്കിലും ഇന്നത്തെ ഹൃദയം മാറട്ടെ. ഇന്നത്തെ ഭയം കുറയട്ടെ. ഇന്നത്തെ കണ്ണുനീർ പ്രാർത്ഥനയായി മാറട്ടെ. ഇന്നത്തെ കാത്തിരിപ്പ് നിന്റെ കൈകളിൽ സമാധാനമായി വിശ്രമിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ വളരെ ചെറുതായി ഈ വചനമുള്ളിൽ ആവർത്തിക്കൂ. കർത്താവെ, നീ തുറക്കുന്ന വാതിൽ ആരും അടയ്ക്കില്ല. വീണ്ടും പറയൂ, കർത്താവെ, നീ തുറക്കുന്ന വാതിൽ ആരും അടയ്ക്കില്ല. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ ഒരേയൊരു വചനം പറഞ്ഞ് നിന്റെ കാത്തിരിപ്പ് യേശുവിന് വീണ്ടും സമർപ്പിക്കൂ. വലിയ വാക്കുകൾ വേണ്ട. കണ്ണുനീർ വന്നാൽ വരട്ടെ. ശബ്ദം വിറച്ചാൽ വിറക്കട്ടെ. ദൈവം മനസ്സിലാക്കും. നീ ജോലി കാത്തിരിക്കുകയാണെങ്കിൽ നിന്റെ പേര് അഭിപ്രായത്തിൽ എഴുതൂ. ജോലി, വിസ, വീട്ട്, പരീക്ഷ, രോഗസൗഖ്യം, കുടുംബസമാധാനം, വിവാഹം, മനസ്സിൻ്റെ സമാധാനം, നിന്റെ പ്രാർത്ഥനാ വിഷയം എഴുതൂ. ഇവിടെ എഴുതുന്ന ഓരോ പേരും ഒരു പ്രാർത്ഥനാ വിളക്കുപോലെ ദൈവത്തിൻ്റെ മുമ്പിൽ ഉയരട്ടെ. നാം പരസ്പരം കാണുന്നില്ലെങ്കിലും ഈ പ്രാർത്ഥനാ കുടുംബത്തിൽ ഒരാളുടെ കണ്ണുനീർ മറ്റൊരാളുടെ പ്രാർത്ഥനയാകട്ടെ. ഈ സന്ദേശം നിനക്ക് മാത്രം അല്ലായിരിക്കാം. നിന്റെ ഫോണിലുള്ള ഒരു സുഹൃത്ത് ഇന്നലെ രാത്രി ഉറങ്ങാതെ കിടന്നിരിക്കാം. ഒരു സ്വന്തക്കാരൻ ജോലി നഷ്ടപ്പെട്ട് ആരോടും പറയാതെ വേദനിക്കുന്നുണ്ടാകാം. ഒരു സഹോദരി വിസയുടെ മറുപടിക്കായി ഉള്ളിൽ തകർന്നിരിക്കാം. ഈ വചനം അവരിലേക്കും എത്തിക്കൂ. നിന്റെ ഫോൺ ഇന്ന് ഒരു ചെറിയ പ്രസംഗപീഠമാകട്ടെ. നിന്റെ മൊബൈൽ സന്ദേശം ദൈവവചനത്തിൻ്റെ വഴിയാകട്ടെ.
നീ പങ്കുവെക്കുന്ന ഈ പ്രാർത്ഥന മറ്റൊരാളുടെ കണ്ണുനീരിന് ദൈവത്തിൻ്റെ മറുപടിയാകാം. പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ, നിന്റെ കാത്തിരിപ്പ് ശൂന്യമല്ല. അടഞ്ഞ വാതിലിൻ്റെ മുമ്പിൽ നീ ഒറ്റയ്ക്കല്ല. ഉയിർത്തെഴുന്നേറ്റ യേശു നിന്റെ മുമ്പിൽ നടക്കുന്നു. അവൻ തുറക്കുന്ന സമയത്ത് നിന്റെ ഹൃദയം മനസ്സിലാക്കും. ദൈവം താമസിച്ചില്ല, അവൻ തയ്യാറാക്കുകയായിരുന്നു. നിന്റെ കാത്തിരിപ്പിന് ദൈവം അർത്ഥം തരട്ടെ. നിന്റെ അടഞ്ഞ വാതിലിൽ ഉയിർപ്പിൻ്റെ പ്രകാശം വീഴട്ടെ. കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ. നാളെ രാവിലെ കൃത്യം 5:30 മുടങ്ങാതെ വീണ്ടും കാണാം.